2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത പരാജയം ആ മുന്നണിയിലെ പല ചെറു ഘടകകക്ഷികളുടെയും രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഈ പാർട്ടികൾ അപ്രസക്തരാകാൻ പോകുന്നു എന്ന നിലയിലേക്കുള്ള കനത്ത പരാജയമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 16ാം കേരള നിയമസഭയിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള 3 പാർട്ടികൾക്കാണ് പ്രാതിനിധ്യമുള്ളത്. CPM, CPI, RJD എന്നീ പാർട്ടികളാണ് ഈ 3 പാർട്ടികൾ. ഇടതുമുന്നണിയിൽ ഇത്തരത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. 15ാം കേരള നിയമസഭയിൽ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 5 MLA-മാരുണ്ടായിരുന്ന ഈ പാർട്ടിക്ക് ഇത്തവണ ഒരു MLA-യെ പോലും വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും ആൻ്റണി രാജുവിൻ്റെയും അഹമ്മദ് ദേവർഗോവിൻ്റെയും പാർട്ടികൾക്കും സമാന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 2 MLA-മാരുണ്ടായിരുന്ന AK ശശീന്ദ്രൻ എന്ന മുൻ വനം മന്ത്രിയുടെ പാർട്ടിക്കും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകേണ്ടി വരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പല ചെറു പാർട്ടികളുടെയും ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള പല ചെറു പാർട്ടികളുടെയും നേതാക്കളും അണികളുമെല്ലാം എത്രയും പെട്ടെന്ന് UDF ഘടകകക്ഷികളിലേക്ക് ചേക്കേറുവാനുള്ള ശ്രമങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി പിടിച്ചു നിർത്തുവാനായി കേരള രാഷ്ട്രീയത്തിൽ മുൻപോട്ട് പോകുവാനായി പടുവൃദ്ധന്മാരായിട്ടുള്ള 2 നേതാക്കൾ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനമെടുത്തു എന്ന റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണ ഇനിയും തുടരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഇനി വിഷയത്തിലേക്ക് വരാം. കോൺഗ്രസ് പാർട്ടിയിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വരികയും പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികളിലേക്ക് എത്തുകയും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് വേറിട്ട് ഇടതുമുന്നണിയുടെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ള 2 നേതാക്കളാണ് AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും. AK ശശീന്ദ്രൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ EK നയനാർ എന്ന CPM വൻമരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് 25ാം വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെത്തിയ നേതാവാണ്. AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടായി ആൻ്റണി വിഭാഗം LDF-ലെത്തിയപ്പോഴാണ് ഈ 2 നേതാക്കളും LDF-ൻ്റെ ഭാഗമായത്. എന്നാൽ ആൻ്റണി ഉൾപ്പെടെയുള്ളവർ മടങ്ങിയപ്പോഴും ഇവർ LDF-ൽ നിന്ന് വിട്ടുപോരുവാൻ തയ്യാറായില്ല. AK ശശീന്ദ്രൻ NCPയുടെ ഭാഗമായും കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് S-ൻ്റെ ഭാഗമായും നിലയുറപ്പിച്ചുകൊണ്ട് നിരവധി വട്ടം മന്ത്രി പദവി പോലും നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ 2 നേതാക്കളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ സ്വന്തം പാർട്ടികൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏലത്തൂർ പോലെയുള്ളൊരു CPM കോട്ടയിൽ പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ ബന്ധു കൂടിയായ AK ശശീന്ദ്രൻ അതിദയനീയമായിട്ടാണ് കോൺഗ്രസിൻ്റെ യുവ വനിതാ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണനോട് പരാജയപ്പെട്ടത്. അതുപോലെ തുടർച്ചയായി താൻ 2 വട്ടം വിജയിച്ച കണ്ണൂർ സീറ്റിൽ നിന്ന് കടന്നപ്പള്ളിക്കും ദയനീയ പരാജയമാണ് നേരിടേണ്ടി വന്നത്. K സുധാകരന് അതൃപ്തി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂരിൽ നിന്ന് വിജയിച്ചു വന്നത് കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ 2 നേതാക്കളും അകാല വാർദ്ധക്യത്തിലേക്ക് കടന്നു എന്ന് പറയാവുന്ന ഒരു പ്രായത്തിൽ നിൽക്കുന്നവരാണ്. കടന്നപ്പള്ളി രാമചന്ദ്രന് 82 വയസ്സുണ്ടെങ്കിൽ AK ശശീന്ദ്രന് 80 വയസ്സുണ്ട്. എന്നാൽ പ്രായം തങ്ങൾക്ക് പ്രതികൂലമാണ്. ഇനി കേരള രാഷ്ട്രീയത്തിന് കാര്യമായ സംഭാവനകളൊന്നും തങ്ങൾക്ക് നൽകാനില്ല എന്ന തിരിച്ചറിവ് ഈ 2 നേതാക്കൾക്കും ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് അണികളെ ആകർഷിക്കുവാൻ കഴിയുന്ന, ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവും ഇവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംപൂജ്യരായ 2 പാർട്ടികളെയും ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിലയുറപ്പിച്ചുകൊണ്ട് പ്രസക്തി നിലനിർത്തുവാനുള്ള വിഡ്ഢി നീക്കങ്ങളുമായിട്ടാണ് ഈ 2 നേതാക്കൾ മുൻപോട്ട് പോകുന്നത്. ഇരുവരും ചേർന്ന് തൃശ്ശൂരിൽ ചർച്ച നടത്തുകയും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദീർഘകാലം MLA പദവിയും MP പദവിയും അതുപോലെ തന്നെ മന്ത്രി പദവിയും ആസ്വദിച്ചവരാണ് ഈ 2 നേതാക്കൾ. കേരള രാഷ്ട്രീയത്തിന്, കേരള സമൂഹത്തിന് എന്ത് സംഭാവന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് എന്ന് ഇവരെങ്കിലും ചിന്തിക്കണം. ഇവർ അത്തരത്തിൽ ചിന്തിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ജനങ്ങൾ ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കേണ്ടത് തന്നെയാണ്. ഇത്തരക്കാർ ഉണ്ടാക്കുന്ന അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മാലിന്യങ്ങളായി പിൻകാലത്ത് അവശേഷിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ കൂടിയാണ് ഇത്തരം പാർട്ടികൾ ഉണ്ടാക്കാനുള്ള ഈ സ്പേസ് എന്നതുകൂടി ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത്
നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയിലെയും വലതുമുന്നണിയിലെയും പല പാർട്ടികളും ഇപ്പോൾ സജീവമായി നിലകൊള്ളുന്നതും നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയെടുത്തിരിക്കുന്നതും മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുത്തിരിക്കുന്നതും. എന്നാൽ ഇത്തരക്കാർ തങ്ങളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ഇത്തരം പാർട്ടികളെ കൊണ്ടു നടക്കുകയും തങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഉപജാപവൃന്ദങ്ങളെ സേവിക്കുവാൻ വേണ്ടി പാർട്ടിയിലൂടെ മുന്നണി സംവിധാനത്തിലൂടെ ലഭിക്കുന്ന അധികാര സ്ഥാനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യ കേരളത്തിന് അതുമൂലം നിഷേധിക്കപ്പെടുന്നത് നിരവധി മികച്ച നേതാക്കളുടെ അവസരവും സേവന സന്നദ്ധതയുമാണ്. എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണി മര്യാദയുടെ പേരിൽ ഇത്തരം രാഷ്ട്രീയ മാലിന്യങ്ങൾ ഇനിയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചുമന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത്തരക്കാരുടെ ആർത്തി എത്ര പ്രായം ചെന്നാലും അവസാനിക്കുകയില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും AK ശശീന്ദ്രൻ്റെയും ഈ നീക്കം എന്ന് പറയുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ഒരാരോപണവും നമുക്ക് ഉന്നയിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ക്ലീൻ ഇമേജുള്ള ഒരു നേതാവാണ്. അഴിമതിയുടെ ഒരു കറ പോലും അദ്ദേഹത്തിന് മേൽ പുരണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും അത്രമാത്രം സംശുദ്ധവുമാണ്. എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന മന്ത്രി, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന MLA ഈ ഒരു അധികാര പദവിയിൽ ഇരുന്നതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് വട്ടപൂജ്യം തന്നെയാണെന്ന് ഏറെ ഖേദത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ആദർശ ബിംബവും യങ് ടർക്കുമായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഈ അധപ്പതനം എന്ന് പറയുന്നത്, ഈ നിർഗുണ സ്വഭാവം അല്ലെങ്കിൽ നിർഗുണ ശൈലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ നേതാവിനോ അഭികാമ്യമായിട്ടുള്ള ഒരു ശൈലിയല്ല. വ്യക്തിപരമായ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന നേതാവ് ഇനി കേരള രാഷ്ട്രീയത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇനി AK ശശീന്ദ്രൻ്റെ കാര്യത്തിലേക്ക് എത്തിയാൽ ഇതിലും ഭീകരമാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൊറാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അധികാരത്തോടുള്ള ആക്രാന്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും AK ശശീന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള നേതാവാണ്. മുൻപ് അദ്ദേഹം 1-ാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും അതിനുവേണ്ടി വഴിയൊരുക്കിയ ആ ഓഡിയോ ക്ലിപ്പിനെക്കുറിച്ചുമെല്ലാം നമുക്കെല്ലാം കൃത്യമായ അറിവുള്ളതാണ്. അതുപോലെ തന്നെ എത്രമാത്രം കഴിവുകെട്ട ഒരു വനം മന്ത്രിയായിരുന്നു AK ശശീന്ദ്രൻ എന്ന് കഴിഞ്ഞ കാലത്തിൽ കേരളം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിരന്തരമായി ഇദ്ദേഹത്തിന് മന്ത്രി പദവികൾ ലഭിച്ചു പോന്നിരുന്നത്. പിണറായിയുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു പിടിച്ചുവെപ്പുകാരൻ മാത്രമാണ് AK ശശീന്ദ്രൻ എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇത്തരത്തിലുള്ള 2 നേതാക്കൾ, വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള 2 നേതാക്കൾ, എഫിഷ്യൻസി ഇല്ലാത്ത 2 നേതാക്കൾ ഇനിയും രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടിയുമായി പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ജനാധിപത്യ ബോധമുള്ള ഓരോ മലയാളികൾക്കുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.